ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കിരൺ സരവിൻ്റെ മുന്നിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സരവിനോട് ശാരി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയാണ്. നീ വേറൊരു കല്യാണം കഴിക്കണം എന്നാണ് നിൻ്റെ അമ്മയുടെ ആഗ്രഹം. ഇനി ഒറ്റക്കുള്ള ജീവിതം ശരിയാവില്ല. മനോഹറിൻ്റെ കാര്യം അറിയാലോ. ഇനി അവനായിട്ടുള്ള നിനക്കുള്ളൊരു ജീവിതം ഉണ്ടാവില്ലെന്നും നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് നീ വേറൊരു കല്യാണം കഴിക്കണം എന്ന് നിന്നോട് പറയാൻ വേണ്ടി ഞങ്ങളെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ് ശാരി ആൻറ്റി എന്നിങ്ങനെ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരവിൻ്റെ മുഖഭാവമാകെ ഒന്ന് മാറുകയാണ്. അതിനെക്കുറിച്ച് ഇനിയൊന്നും പറയണ്ട കിരണേ, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓരോരോ ആഗ്രഹമുള്ളു. ആ മനോഹർ അവനെ തകർക്കണം. അവനാ എൻ്റെ ജീവിതം തകർത്തത്. അതേപോലെ തന്നെ അവൻ്റെ ജീവിതം എനിക്കും തകർക്കണം. അവൻ്റെ മരണം കാണാതെ എനിക്കിനി മനസമാധാനം ഉണ്ടാവില്ല. അതിനെക്കുറിച്ച് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ, അല്ലാതെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തയില്ല. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കിരണാണെങ്കിൽ സരയു, നീ പറയുന്നത് വളരെ മണ്ടത്തരമായ കാര്യമാണ്. കാരണം നിനക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ ജീവിതം എങ്ങനെയാവും നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞങ്ങളൊക്കെ നോക്കാനുണ്ടെങ്കിലും സ്വന്തം അമ്മ നോക്കുന്നത് പോലെ ആവോ? അമ്മയുടെ സ്നേഹം ആ കുഞ്ഞിന് കിട്ടണ്ടേ? അച്ഛനെ ഇങ്ങനെയായിപ്പോയി, ഇനി അമ്മയെങ്കിലും നല്ല രീതിയിൽ ആ കുഞ്ഞിനെ സ്നേഹിക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതുപോലെ തന്നെയാണ് ശാരി ആൻറ്റിയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനൊരു കാര്യത്തിന് ഞങ്ങൾ നിർബന്ധിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും, ഇല്ല കിരണേ, എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആ കാര്യത്തോട് യോജിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ മനസ്സിൽ ഇപ്പം അവനെ കൊല്ലണമെന്നുള്ളൊരു ദേഷ്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പറയാനുള്ള പറഞ്ഞു. ഇപ്പോൾ നിൻ്റെ സ്വഭാവമെല്ലാം മാറി. നീ ഒരു ജോലിയിലും കൂടി പ്രവേശിച്ചിരിക്കുകയാണ്. അവനെയും കൊന്ന് നീ ആ കുഞ്ഞിനെ അനാഥയാക്കിയിട്ട് നീ ജയിലിൽ പോകേണ്ട വല്ല കാര്യമുണ്ട് സരയോ? നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഞങ്ങൾക്കിപ്പോൾ അത്ര മാത്രമേ പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരോടൊന്നും പോവുകയാണ്. അപ്പോൾ സരയോ പല കാര്യങ്ങളും ചിന്തിക്കണം. പക്ഷേ കല്യാണം എന്നുള്ളൊരു ചിന്ത ഈ സരയുടെ മനസ്സിലൊരു തൊട്ട് തീണ്ടിയിട്ട് പോലുമില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ പ്രകാശനെയാണ്. അപ്പോൾ പ്രകാശനാണെങ്കിൽ മക്കളെല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് ഭയങ്കരമായിട്ട് സ്നേഹിക്കണം. അത് കൂടാതെ തന്നെ ദീപയും പഴയതുപോലെ നമ്മുടെ പ്രകാശനെ സ്നേഹിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ദീപയുടെ ആ ഒരു സ്നേഹവും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പ്രകാശൻ മതിമറന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ കിരണും കല്യാണി കൂടി വന്ന് പറയുകയാണ്, അച്ഛാ, ഏതായാലും അസുഖങ്ങളെല്ലാം ഭേദമായിട്ടുണ്ട്, എന്നാലും ശരീരം നന്നായിട്ട് സൂക്ഷിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അച്ഛന് പല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൂക്ഷിക്കണം. അതുകൂടാതെ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടി വേണമല്ലോ. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം സോൾവായി ഇപ്പോൾ സ്നേഹത്തോടു കൂടി തന്നെയാണ് കഴിയുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ട് അമ്പലത്തിലേക്കൊന്ന് പോകണം എന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദീപയ്ക്കും അതിനെ മടുപ്പൊന്നും കാണിച്ചില്ല. ദീപയ്ക്കും ഒരുപാട് സന്തോഷം തോന്നുക. അപ്പോൾ പ്രകാശനാണെങ്കിലും, മോളെ അമ്പലത്തിലേക്ക് പോണോ അച്ഛാ? നിങ്ങൾ ഇതുവരെയും ഒരുമിച്ച് അമ്പലത്തിൽ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. പണ്ടൊക്കെ എപ്പോഴും വഴക്കും വക്കാണവും വൈരാഗ്യവും വാശിയും ഒക്കെ ആയിട്ട് നടന്നേച്ചല്ലേ. അപ്പം അതെല്ലാം മറന്ന് മനസ്സെല്ലാം നല്ല ക്ലിയറാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച് ആ ഒരു ഇതാണ് ഞങ്ങൾക്ക് കാണേണ്ടത് എന്ന് പറയണം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ കിരണും കല്യാണം കൂടെ അവിടെ നിന്ന് പോവുക. അപ്പോഴേക്കും നമ്മുടെ പ്രകാശൻ ദീപയോട് പറയണം, പിള്ളേരുടെ ആഗ്രഹമല്ലേ, എൻ്റെ മക്കളെ ഞാൻ സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അവർ പറയുമ്പോൾ ആ ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കേണ്ട ദീപേ, നമുക്ക് എന്നാൽ പിന്നെ അമ്പലത്തിൽ പോയാലോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ പ്രകാശേട്ടാ, പ്രകാശേട്ടൻ്റെ ഒപ്പം അമ്പലത്തിൽ വരിക എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. പണ്ടൊക്കെ പ്രകാശേട്ടനെ എവിടെയെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എന്നോട് ചാടിക്കരുത് സംസാരിക്കലാണ് പതിവ്. പക്ഷേ ഇങ്ങനെ സ്നേഹത്തോടെ എൻ്റെ മുന്നിൽ ഇങ്ങനെ രണ്ട് വാക്ക് പറയുമ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് അറിയാവോ പ്രകാശേട്ട എന്ന് പറഞ്ഞപ്പോഴേക്കും പ്രകാശിൻ്റെയും കണ്ണുകളൊക്കെ നിറയുകയാണ്. കാരണം താൻ അത്രയ്ക്കും മാറി. അപ്പോൾ ഈ ഒരു മാറ്റമാണ് പ്രകാശിൻ്റെ മനസ്സിലും ഭയങ്കര സന്തോഷമുണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രകാശൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി നല്ല മിടുക്കനായിട്ട് നല്ല ഒരുങ്ങിയൊക്കെ വരികയാണ്. എന്നെങ്കിൽ പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് ഇവർ അമ്പലത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പിന്നത്തെ സീനിൽ കാണിക്കുന്നത് നമ്മുടെ കാർത്തികയുടെ കല്യാണമൊക്കെ നിശ്ചയിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നാണ് എല്ലാവരുടെ മനസ്സിലുള്ള ആഗ്രഹം. പക്ഷെ അപ്പോഴും ലക്ഷ്മിക്ക് അവിടെ ടെൻഷനുണ്ട്. അപ്പോൾ ലക്ഷ്മി കാർത്തികയോട് പറയുന്നുണ്ട്, മോളെ നിൻ്റെ കല്യാണം നടക്കാനായിട്ട് പോവുകയാണ്, പക്ഷേ ഇത് മുടക്കാനായിട്ട് അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനത് നടത്തിക്കൊണ്ടിരിക്കും. ആ ഗംഗപ്രസാദില്ലേ, നീ നല്ല രീതിയിൽ ജീവിക്കുന്നത് അവന് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും അവൻ ജയിലിൽ നിന്ന് പുറത്ത് വരാൻ പാടില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും കാർത്തികയ്ക്കും ആകെ ടെൻഷനൊക്കെ കൂടി വരുന്നുണ്ട്. മോളെ നീ സൂക്ഷിക്കണം മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും, അമ്മേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും നമ്മുടെ ചുറ്റിനുണ്ടല്ലോ. പിന്നെ കല്യാണിയും കിരണും കൂടി ചേർന്നിട്ട് പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണം.
നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരാളല്ലല്ലോ ഈ ഗംഗപ്രസാദ്. അതുകൊണ്ട് നമ്മൾ പേടിച്ചേ മതിയാവുള്ളൂ. അവൻ ഒളിഞ്ഞിരുന്ന് വരെ നമ്മളെ ആക്രമിക്കും മോളെ. നീയൊരു നല്ല ജീവിതത്തിലേക്കും നിനക്ക് നല്ലത് വരുന്നത് പോലും ഈ ഗംഗപ്രസാദിന് ഇഷ്ടമല്ല. അവനൊരു മഹാദുഷ്ടനാണ് എന്നൊക്കെ കാർത്തികയുടെ അമ്മ പറയുക. ഇതൊക്കെ ഇടഞ്ഞപ്പോഴേക്കും കാർത്തികയാണല്ലേ എന്തായാലും വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം. അച്ഛൻ എന്നോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ അമ്മേ, ചെറുപ്പത്തിലേന്നും അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് എനിക്ക് ഇട വന്നിട്ടില്ല. ഇപ്പോഴേ അച്ഛൻ മക്കളെ എല്ലാവരെയും സ്നേഹിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ആ സമയത്ത് അച്ഛൻ്റെ ഈ ഒരു ആഗ്രഹമെങ്കിലും ഞാൻ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അത് വല്ലാത്തൊരു ദുഃഖമായിരിക്കും അച്ഛൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാത്തിനും തലകുനിച്ച് കൊടുത്തത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക പോവുകയാണ്. പക്ഷെ അപ്പോഴും ലക്ഷ്മിയുടെ മനസ്സിൽ ആകെ സങ്കടവും അതേപോലെ തന്നെ പേടിയും ഒക്കെ കുതിച്ചിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കാർത്തികയെ കെട്ടാൻ പോകുന്ന ആ ഒരു ചെറുക്കൻ വിളിക്കുകയാണ്. വിളിച്ചിട്ട് എന്തുണ്ട്, എങ്ങനെയായി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും കല്യാണ ഡേറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നെ വിളിച്ചായിരുന്നു കിരൺ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. തനിക്കങ്ങനെ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് തനിക്കും ആഗ്രഹമില്ലേ? അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുമുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു പ്രണയ രീതിയിലെ ഒരു സംസാരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കാർത്തികയുടെ അടുത്തേക്ക് കല്യാണി വരുന്നത്. അപ്പോൾ കല്യാണി ഇങ്ങനെ പതുങ്ങി ഇങ്ങനെ വരികയാണ്. ആരോടാ സംസാരിക്കുന്ന അറിയാൻ വേണ്ടി. അപ്പോൾ കല്യാണ ചെറുക്കനോടാണ് സംസാരിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കല്യാണം ഇങ്ങനെ ആക്കുകയാണ് നമ്മുടെ കാർത്തികയെ. അങ്ങനെ കാർത്തിക ഒന്ന് കളിയാക്കുകയാണ്. മനസ്സിലായി, കല്യാണത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒന്ന് പോടി, ഒന്ന് കല്യാണ തീയതിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചെന്നേ ഉള്ളൂ. അന്ന് വിചാരിച്ച് ഇപ്പം എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നു? ഒരു കുഴപ്പമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ അങ്ങോട്ട് മേടിക്കുകയാണ്. അതെ ചേച്ചിയെ അപ്പം അത്രയ്ക്കും ബോധിച്ച് പോയല്ലേ, അതുകൊണ്ട് ഒരു ദിവസം പോലും സൗണ്ട് കേൾക്കാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി വീണ്ടും കളിയാക്കിയാണ്. അങ്ങനെ വീണ്ടും ഇവർ സംസാരം തുടങ്ങണം. കല്യാണിയും കിരണും കൂടി അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനും ദീപയും കൂടി നേരെ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ എപ്പോഴും പോകുന്ന ഒരു അമ്പലത്തിൽ തന്നെയാണ് ഇവർ പോയത്. അപ്പോൾ പൂജാരി ഇങ്ങനൊരു കാഴ്ച ഉണ്ടെങ്കിൽ പൂജാരി ഞെട്ടിപ്പോയി. ഇതെൻ്റെ ദൈവമേ, ഇതെന്താണ് ഞാൻ ഈ കാണുന്നത്? ഇങ്ങനൊരു കാഴ്ച കാണാനായിട്ട് ഇത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയാവോ? ദീപ എപ്പോഴും ഈ അമ്പലത്തിൽ വരുമ്പോഴും ഇത് തന്നെയാണ് പ്രാർത്ഥിക്കാറ്. നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണല്ലോ ഇപ്പോൾ. നിങ്ങൾ രണ്ടുപേരും കൂടി ദൈവത്തെ തൊഴാനായിട്ട് വന്നിരിക്കുന്നു. പ്രകാശൻ്റെ സ്വഭാവമെല്ലാം മാറിയല്ലേ? അതേ തിരുമേനി, ഞാനിപ്പോൾ എൻ്റെ മക്കളെയും ഭാര്യയെയും ഒക്കെ സ്നേഹിച്ച് തുടങ്ങുകയാണ്. എൻ്റെ മക്കളോട് ഇപ്പം എനിക്ക് യാതൊരു പിണക്കവോ ദേഷ്യമോ ഒന്നുമില്ല. എന്താണ് പെൺമക്കളെന്ന് എനിക്ക് കാണിച്ചു തന്നു. അവരാണ് സത്യം എന്ന് എനിക്ക് ദൈവം കാണിച്ചു തന്നു തിരുമേനി എന്ന് പറയുകയാണ്. അതേ പ്രകാശ, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ. തനിക്ക് ഒരു അപകടം പറ്റാൻ കാത്തിരുന്നു തൻ്റെ മനസ്സ് മാറാനായിട്ട്. ഇപ്പം മനസ്സിലായില്ലേ? കല്യാണി തന്നെ അത്രയും മാത്രം സ്നേഹിച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ പ്രാവശ്യവും വരുമ്പോഴും തനിക്ക് വേണ്ടി വഴിപാട് കഴിക്കാത്ത ദിവസങ്ങളില്ല അവള്. തൻ്റെ അച്ഛൻ്റെ സ്വഭാവം മാറണേ, തൻ്റെ അച്ഛൻ തന്നെ സ്നേഹിച്ച് തുടങ്ങണേ എന്നാണ് കല്യാണി എപ്പോഴും പ്രാർത്ഥിക്കാറ് എന്നൊക്കെ പ്രകാശിൻ്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രകാശിൻ്റെ കണ്ണുകൾ നിറയുകയാണ്. ദീപയ്ക്കും അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി. ഏതായാലും എല്ലാം നല്ല രീതിയിൽ നടന്നല്ലോ, അത് തന്നെ മഹാഭാഗ്യം. ഇങ്ങനൊരു കാഴ്ച കാണാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇനി കല്യാണിയും പിന്നെ തൻ്റെ മരുമകനും നിങ്ങളെല്ലാവരും കൂടി ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കണം. അത് ഉറപ്പായിട്ടുണ്ടാകും. എൻ്റെ മക്കളായിട്ട് എനിക്ക് ഈ അമ്പലത്തിൽ വരണം. പിന്നെ തിരുമേനി, എൻ്റെ മൂത്ത മോളുടെ കല്യാണം നടക്കാനായിട്ട് പോവുകയാണ്. അതൊരു നല്ലൊരു വാർത്തയാണല്ലോ. നിങ്ങൾ സന്തോഷത്തോടെ കുടുംബത്തോടെ ജീവിക്കുക എന്നൊക്കെ പറയുക. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ പ്രസാദവും അതേപോലെ തന്നെ ദീപയ്ക്കും പ്രസാദമൊക്കെ കിട്ടി. അങ്ങനെ പ്രകാശൻ ദീപയുടെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുകയാണ്. അത് ആദ്യത്തെ സംഭവമാണല്ലോ ഇതൊക്കെ. അപ്പോൾ ദീപ പ്രകാശിൻ്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ നോക്കിയാണ്. ദൈവമേ, എന്തൊക്കെയാണ് നടക്കുന്നത്? ഇതൊക്കെ സ്വപ്നമാണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ ചിന്തിച്ച് ദീപ ആകെ അങ്കലാപ്പിൽ നിൽക്കുക. അങ്ങനെ ദീപയും പ്രകാശനും നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുക. ഇങ്ങനൊരു കാര്യം ഉണ്ടാകുമെന്ന് പോലും ദീപ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നേരെ നടന്നു പോവുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഗംഗപ്രസാദ് എങ്ങനെയെങ്കിലും ആ ജയിലിൽ ചാടണം, ഉള്ള കല്യാണം നടക്കരുത്, അവളെ അവസാനിപ്പിക്കണം, കാർത്തികയെ അവസാനിപ്പിക്കണം എന്നൊറ്റ ഉദ്ദേശമാണ്. അപ്പോൾ അവിടെ നിന്ന് ജയിലിൽ ചാടാനുള്ള എല്ലാ തന്ത്രപ്പാടുകളും ചെയ്യുകയാണ്. അതിനിടയിൽ നമ്മുടെ വിക്രത്തോടും ചോദിക്കുകയാണ്, എങ്ങനെയാടാ ഇത്, എങ്ങനെയെങ്കിലും ഇവിടുന്ന് ചാടിയേ മതിയാവുള്ളൂ, എനിക്ക് അവളെ അവസാനിപ്പിക്കണം. അങ്ങനെ എൻ്റെ അച്ഛൻ
ഉണ്ടാക്കിയ സ്വത്തിൽ അവൾ കഴിയണ്ട, അവളെ കല്യാണം ഞാൻ നടത്തില്ല, അവൾ ജീവനോടെ ഇരുന്നാലല്ലേ കല്യാണം നടക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ച് അന്നത്തെ രാത്രി നമ്മുടെ ഈ ഗംഗപ്രസാദ് ജയിലിൽ ചാടുകയാണ്, ഇവളെ അവസാനിപ്പിക്കണമെന്നും വിചാരിച്ചുകൊണ്ട്. അങ്ങനെ ജയിലിൽ ചാടി ഇതിനെ കൂട്ടെല്ലാം ഈ ബകാസുരനും അതേപോലെ തന്നെ വിക്രമും കൂടെ നിൽക്കുന്നുമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ജയിലിൽ ചാടുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണും കല്യാണിയും കൂടി സരയുവിൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മനോഹറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ജയിലിൽ മനോഹറിനെ കാണാനായിട്ട്. അപ്പോൾ മനോഹറിനൊരു വിസിറ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനോഹർ ചെല്ലുക. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മനോഹറിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കാരണം തൻ്റെ ആഗ്രഹമായിരുന്നു കുഞ്ഞിനെ ഒന്ന് കാണുക എന്നത്. അത് ഈ ശാരി വക നമ്മുടെ കിരണും കല്യാണിയും സത്യങ്ങളെല്ലാം അറിഞ്ഞാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് സരയുവിൻ്റെ കുഞ്ഞിനെ എടുത്തിട്ട് അവർ ജയിലിലോട്ട് കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ വിളിക്കുകയാണ്. മോള്, തനിക്ക് കുഞ്ഞിനോട് വല്ല സ്നേഹം ഉണ്ടോടോ? ഇത് കാണിക്കുന്ന മുഴുവനും കള്ളത്തരമാണ്. ഇല്ല കല്യാണി, ഞാൻ കാണിക്കുന്നത് കള്ളത്തരമല്ല. കാരണം എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്, അതിൽ കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെയൊന്നും എനിക്ക് കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കുഞ്ഞിനോട് എന്തോ എൻ്റെ മനസ്സ് വല്ലാതെ അടുത്തുപോയി മാഡം എന്നൊക്കെ കല്യാണി ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടാകും, താനിനി പല അടവുകളായിട്ട് വരും, തന്നെയൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഒരു കാര്യം ചിന്തിച്ചോ, തന്നെ തീർക്കാൻ വേണ്ടി തന്നെയാണ് സരയു നിൽക്കുന്നത്. സരയുവിന് വേറൊരു കല്യാണവും ഞങ്ങൾ നോക്കുന്നുണ്ട് എന്ന് മനോഹരോട് പറഞ്ഞപ്പോഴേക്കും മനോഹർ ഒന്ന് ഞെട്ടുകയാണ്. കാരണം എവിടെയോ എന്തൊക്കെയോ സരയുവിനോടും കുഞ്ഞിനോടൊക്കെ ഈ മനോഹറിന് എന്തൊക്കെയോ ഇഷ്ടം മനസ്സിലെവിടെയോ ഉണ്ട്. പക്ഷെ അതൊന്നും തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ തുറന്നു പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല. അപ്പോൾ നമ്മുടെ മനോഹർ പറയുകയാണ്, ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷേ ഈ കുഞ്ഞിനോട് ഞാൻ കാണിക്കുന്ന സ്നേഹം അത് ആത്മാർത്ഥമായ സ്നേഹം തന്നെയാണ്. ഞാനിവിടെ കിടന്ന് മരിച്ചു പോകുമോ എന്തോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ തീർക്കാൻ വേണ്ടി പലരും നടക്കുന്നുണ്ട്. സരയുവിന് വേണമെങ്കിൽ എന്നെ കൊല്ലാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സത്യം തന്നെയാണെന്ന് മനോഹർ പറയുക. പക്ഷേ കിരണും കല്യാണിയും മനോഹറിനെ അവിടെ അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ ഒന്ന് തൊട്ടോട്ടെ, എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പോലും എനിക്ക് സാധിക്കില്ല, പക്ഷേ അവളൊന്ന് കൊഞ്ചിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും കല്യാണി മനോഹറിൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് ചെല്ലുക. അപ്പോൾ ആ അഴിയിൽ കൂടെ ആണെങ്കിലും നമ്മുടെ മനോഹർ കൊച്ചിനെ ഒന്ന് കൊഞ്ചിക്കുകയും ചെയ്യാണ്. അതിനുശേഷം അവരോടൊന്ന് പോവുക. പിന്നീട് കാണിക്കുന്നത് വേഷമൊക്കെ മാറിയിട്ട് ഈ ഗംഗാപ്രസാദ് നേരെ കാർത്തികയുടെ വീട്ടിലേക്ക് വരികയാണ്. കാർത്തിക അപ്പോൾ എന്തൊക്കെയോ അടുക്കളയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഗംഗാപ്രസാദ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഗംഗാപ്രസാദ് അവിടെ ഇരിക്കുന്ന ഫ്ലവർ വേസ്, അപ്പോൾ കാർത്തിക തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഫ്ലവർ വേസ് എടുത്തിട്ട് നമ്മുടെ കാർത്തികയുടെ തലക്കെട്ട് അടിക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയതും പെട്ടെന്നാണ് തിരിഞ്ഞു നോക്കുന്നത് നമ്മുടെ കാർത്തിക. പക്ഷേ അവൻ്റെ അടി അവസാനിപ്പിച്ചില്ല. തല നോക്കി ഒറ്റ അടിയാണ് കാർത്തിക അവിടെ ബോധം കെട്ട് വീഴുകയും ചെയ്യണം. ആ സമയം കൊണ്ട് തന്നെ ഗംഗാപ്രസാദ് അവിടെ നിന്ന് സ്ഥലവും വിടുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഈ രംഗങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പം ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? ഇനി നമ്മുടെ കാർത്തിക മരിക്കോ, പ്രകാശിൻ്റെ ആഗ്രഹം സാധ്യമാകോ എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും ഇനി വരും എപ്പിസോഡുകൾ എല്ലാവരും കാണുമെന്ന് പറയണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. Bye bye.